الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. إليك يا ربي قد وجهت حاجاتي وجئت بابك يا ربي برغباتي. أنت العليم بما يجري الضمير به يا عالم الغيب علام الخفيات. اقض الحوائج لي ربي فلست أرى سواك يا ربي من قاض لحاجاتي. لا تأخذني بذنب أنت تعرفه واغفر بجودك يا ربي خطيئاتي واغفر بجودك يا ربي خطيئاتي. وعلى أمة سيدنا محمد. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടിയതിനേക്കാൾ വളരെ ഭംഗിയായി നാളെ അൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ രഹസ്യപരസ്യമായ സർവ്വ പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. ശിഷ്ടകാലം അത്രയും പാപരാഹിത്യ ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പല ജാതി രോഗത്തിൽ അകപ്പെട്ട് കഴിയുന്ന പല ആളുകളുണ്ട്. അള്ളാഹു പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ഓരോ വചനങ്ങൾ, അതുപോലെ സ്വാഹിബ് യാസീൻ എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു, അവരെ പറ്റിയൊക്കെ നാം പരിചയപ്പെട്ട് വരികയാണ്. ആകത്തുക നാം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ കൊണ്ട് സത്യം ചെയ്തു പറയുന്നു,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബിയെ തങ്ങൾ തീർച്ചയായും മുർസലീങ്ങളിൽപ്പെട്ട ആള് തന്നെയാകും, നേരായ വഴിയിലാണ് തങ്ങളുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം അള്ളാഹു പറയുന്നു. മുൻകാലങ്ങളിൽ വേദം ലഭിക്കപ്പെടാത്ത, അതല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പുകാര് വന്നിട്ട് മുന്നറിയിപ്പ് നൽകപ്പെടാത്ത ഒരു വിഭാഗം സമുദായത്തെ മുന്നറിയിപ്പ് നൽകി നേർവഴിയിലേക്ക് കൊണ്ടുവരണം. എന്നാലോ തങ്ങൾ പണിയെടുക്കേണ്ടത് നേർവഴിക്ക് വരാനുള്ള പണിയാണ്. പക്ഷേ അവരിൽ മിക്ക ആളുകളും നേർവഴിയിലേക്ക് കടന്നു വരികയുമില്ല, കുറഞ്ഞ ആളുകളെ കടന്നു വരികയുള്ളൂ. അള്ളാഹുവിന്റെ ഒരു വാക്ക് ആ വിഭാഗത്തിലെ മിക്ക ആളുകളും നരകത്തിന്റെ ആളുകളാണ് എന്ന വാക്ക് സ്ഥിരപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും തങ്ങളുടെ മുന്നറിയിപ്പ് നൽകുക എന്ന ഉത്തരവാദിത്തം തങ്ങൾ നിർവഹിച്ചു കൊള്ളണം എന്നൊക്കെ പറഞ്ഞെടുത്ത ഭാഗമായിട്ട് പറയുന്നത് അന്താക്കിയ നാട്ടിലെ ആളുകളുടെ അവസ്ഥ ഉദാഹരണമാക്കി അവർക്ക് പറഞ്ഞു കൊടുക്കണം. ആ ഉദാഹരണം അതിന്റെ ടോട്ടൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ നാട്ടിനെ പറ്റി പരിചയപ്പെടുത്തലല്ല ഇവിടെ അള്ളാഹുവിന്റെ ലക്ഷ്യം. അന്താക്യ എന്ന നാടിനെ നമുക്ക് പരിചയപ്പെടുത്തി തരലല്ല, അതിനു വേണ്ടിയല്ല അള്ളാഹു ഇവിടെ ഈ വചനങ്ങൾ കൊണ്ടുവന്നത്. അതല്ലെങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ ആളുകൾക്ക് ഉദാഹരണം പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞത് ആ നാടിനെ അറിയാൻ വേണ്ടിയല്ല. ആ നാടിനെ അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ പിന്നെ ആ നാട്ടിൽ വിശ്വസിച്ചവരെയോ അല്ലെങ്കിൽ വിശ്വസിക്കാത്തവരെയോ അറിയാൻ വേണ്ടിയാണോ? അതുമല്ല. പിന്നെ എന്തിനാണ് അവിടെ പറയുന്നു? ആ അന്താക്കിയ നാട്ടിലേക്ക് 2 മുർസലുകൾ ആദ്യം അയച്ചു, പിന്നീട് ഒരാളെ കൂടി അയച്ചു, 3 മുർസലീങ്ങളെ അവിടെ അയച്ചു. ആ 3 ആള് പോയിട്ട് പോലും ആ 3 മുർസലീങ്ങളെ അടക്കം അവർ നിഷേധിച്ചു എന്ന് പറയുന്നു. തങ്ങൾ ഒരാളാണുള്ളത്. അന്താക്കിയ നാട്ടുകാരിലേക്ക് ആദ്യം 2 ആളെ അയച്ചു. അവരുടെ നിഷേധം ശക്തമായി എന്ന് മനസ്സിലാക്കിയപ്പോ അവർക്കൊരു ശക്തി പകരാൻ ഒരാളെ കൂടി നാം അയച്ചു കൊടുത്തു. ഇങ്ങനെ 3 പേര് അവിടെ പോയിട്ടുണ്ട്. 3 ആളുകൾ മുർസലീങ്ങളായി അവിടെ പോയിട്ടും ആ നാട്ടുകാർ അവരെ മുഴുവൻ നിഷേധിക്കുകയാണ് ചെയ്യുകയുണ്ടായത്. നിങ്ങൾ കളവ് പറയുന്നവരാണ്, നിങ്ങൾ നമ്മളെപ്പോലുള്ള മനുഷ്യന്മാരല്ലാതെ വേറെ എന്താണ്, മറ്റൊന്നും അള്ളാഹു ഇറക്കുന്നതായിട്ടൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു മുർസലീങ്ങളെ അവർ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ആ സന്ദർഭത്തിലാണ് 70 വർഷക്കാലം വിഗ്രഹാരാധനയിലും എന്നാൽ വിഗ്രഹങ്ങളെ കൊത്തിയുണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരാൾ മുർസലീങ്ങൾ അദ്ദേഹത്തെ കണ്ടിരുന്നു, അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. ആ സന്ദർഭത്തിൽ അധിക ലക്ഷ്യം നിങ്ങൾക്കുണ്ടോ? ഈ പ്രബോധനത്തിൽ നിങ്ങൾ പൈസ നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങൾ ലക്ഷ്യം വെക്കുന്നുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ലക്ഷ്യമില്ല, 1 രൂപ പോലും ഞങ്ങൾക്ക് ആവശ്യമില്ല. അത് മാത്രമല്ല, അപ്പോൾ അദ്ദേഹം ചോദിച്ചത്, നിങ്ങൾ എന്തെങ്കിലും കഴിവ് നിങ്ങളെ കയ്യിലുണ്ടോ? അപ്പൊ അവര് പറഞ്ഞു, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അപ്പൊ പറഞ്ഞു, എൻ്റെ ഒരു മകൻ വലിയൊരു ഭീകരമായൊരു രോഗത്തിനുടമയാണ്, മാരകമായ രോഗത്തിനുടമയാണ്. എൻ്റെ മകന്റെ അസുഖത്തെ ഭേദമാക്കി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ ആ മുർസലിങ്ങൾ പറഞ്ഞു, നമുക്ക് പോവാം. ആ മകന്റെ അസുഖം ഭേദമാക്കി കൊടുത്തു. ശരിയായ അവസ്ഥയിലേക്ക് ആ മകനെ കൊണ്ടുവന്നു. ആ മകന്റെ പിതാവാണ് ഈ പറഞ്ഞ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരുപാട് വിഷയത്തിൽ മുർസലീങ്ങളെ മനസ്സിലാക്കി അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അങ്ങനെ തന്റെ നാട്ടുകാരായ അന്താക്യയിലെ ആളുകൾ ഈ മുർസലീങ്ങളെ എങ്ങനെയും വിശ്വസിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹം ഓടി വരുന്നതായിട്ട് വിശുദ്ധ ഖുർആൻ ഇവിടെ പറഞ്ഞത്. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون.
وجاء من أقصى المدينة رجل يسعى ആ പട്ടണത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ഒരാൾ ഓടി വരുന്നു. ഖാല അദ്ദേഹം പറയുന്നു, യാ ഖൗമി, എന്റെ സമുദായമേ, ഇത്തബിഉൽ മുർസലീൻ, ഈ മുർസലീങ്ങളെ നിങ്ങൾ പിൻപറ്റണേ. ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റണം. അല്ലാ യസ്അലുക്കും അജ്റാ, നിങ്ങളോടൊരു പ്രതിഫലവും ചോദിക്കാത്ത ഈ മുർസലീങ്ങളെ നിങ്ങൾ പിൻപറ്റണം. വഹും മുഹ്തദൂൻ, അവർ നേർവഴിയിലേക്ക് ജനങ്ങളെ നയിക്കുന്നു എന്ന് മാത്രമല്ല, അവരും നേർവഴിയിൽ തന്നെ ജീവിക്കുന്നവരാണ്.